ഒരു സർക്കാർ ഉൽപ്പന്നം, ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു ആദ്യം സിനിമയുടെ പേര്. പക്ഷേ അത് പിന്നീട് മാറ്റി, സെൻസർ ബോർഡ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നീട് മാറ്റി ഭാരത എന്നുള്ള വെട്ടി ഒഴിവാക്കി ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാക്കി ഒരു സിനിമയുടെ പേര്. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പുരുഷ വന്ധീകരണം ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അത് ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും നമ്മുടെ നായകൻ്റെ ഫാമിലിക്ക് നായകനുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഒരു കൊച്ചു സിനിമ, ഒരു കൊച്ചു നല്ല സിനിമ അങ്ങനെ പറയാം, ഒരു നല്ലൊരു കൊച്ചു സിനിമ എന്ന് പറയാം. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് സുബീഷ് സുധിയാണ്. ചെറിയ വേഷങ്ങളിലൊക്കെ ഇതിനു മുമ്പേ മലയാള സിനിമയിൽ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കഥാപാത്രമായിരുന്നു, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ഫസ്റ്റിലെ ഒരു പെയിൻറ്റ് പണിക്കാരനായിട്ടാണ് കാണിക്കുന്നത്, ഒരു നാട്ടുപുറത്തെ പെയിൻറ്റ് പണിക്കാരനായിട്ട് കാണിക്കുന്നത്. അപ്പം പിന്നെ നല്ല രീതിയിൽ തന്നെ അവൻ്റെ വികാരങ്ങളും കാര്യങ്ങളും പിന്നെ ദേഷ്യം പിന്നെ സങ്കടം എന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളതാണ്. ഈ സിനിമയിൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിടിലം പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും കിട്ടിയ റോള് ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ റോള് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്താ പറയുക, ആ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു, ഒരുപാട് പേരുണ്ട്. ഈ സുബീഷ് സുധിയെ കൂടാതെ ഗൗരിജി കിഷൻ ഉണ്ട്. അവളുടെ കഥാപാത്രം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അജു വർഗീസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമായിരുന്നു ഈ ഒരു സിനിമയിൽ അജു വർഗീസിൻ്റെ ഒരു കഥാപാത്രം. എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇതുവരെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഈ സിനിമയിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വന്ന ആ ഒരു കഥാപാത്രം. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഷെല്ലി, നമ്മുടെ മിന്നൽ മുരളിയിലെ 28 വർഷത്തെ കാത്തിരിപ്പ്, നിങ്ങൾക്കറിയാവുന്നതല്ലേ, സൂപ്പറായിരുന്നു കേട്ടോ. കിഡിലം പെർഫോമൻസ്. ഭാര്യയായും 4 കുട്ടികളുടെ അമ്മയായും പിന്നെ എന്താ പറയുക, ഒരു വശത്ത് ഭർത്താവ്, ഒരു വശത്ത് പിന്നെ തകർന്നടിഞ്ഞു പോകുമ്പോൾ അതിനെ താങ്ങായി നിൽക്കുന്ന ഒരു ഭാര്യയായിട്ടൊക്കെ അഭിനയിക്കുകയാണ്, ജീവിച്ച് കാണിച്ചതെന്ന് തന്നെ പറയാം ഈ ഒരു സിനിമയിൽ. ഷെല്ലിയുടെ കഥാപാത്രം സൂപ്പറായിരുന്നു. പിന്നെ വിനീത് വാസുദേവൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്, ഒരുപാട് പേര് ഈ സിനിമയിൽ പിന്നെ എന്താ പറയുക ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാവരും കിട്ടിയ റോളുകൾ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ കുറേ ചിന്തിക്കാനൊക്കെ ഉള്ള സിനിമയാണ്. പിന്നെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നുണ്ട് ഈ ഒരു സിനിമയിൽ എന്നുള്ളതാണ്. പിന്നെ കോമഡി എടുത്തു നോക്കുകയാണെങ്കിൽ സിറ്റുവേഷൻ കോമഡികൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞു തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ പൊട്ടിച്ചിരിക്കാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് കൊച്ചു തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു എന്താ പറയുക സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് സംസാരിക്കുന്നത്. അതിൻ്റെ കൊച്ചു തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. വലിയ ലേഖോ കാര്യങ്ങളൊന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, നല്ല പെർഫോമൻസുകളല്ലായിരുന്നു എല്ലാവരും. എത്രയൊക്കെയാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും എന്നിലെ ഒരു പേഷൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സിനിമ കണ്ടിട്ട്. വലിയൊരു സിനിമയൊന്നുമല്ല, ഒരു കൊച്ചു സിനിമ എന്നുള്ള അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സിനിമയെ സമീപിക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. വലിയൊരു സംഭവമായിട്ടൊന്നും ഈ ഒരു സിനിമയെക്കുറിച്ച് കാണണ്ട, പക്ഷേ ഈ ഒരു എന്താ പറയുക പറയേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. തിയേറ്ററിൽ ഷോസൊക്കെ കുറവാണ്, പിന്നെ ആൾക്കാരും കുറവാണ്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പിന്നെ സിനിമയ്ക്ക് പോയിട്ട് ഷോ ഇല്ലാത്തത് ക്യാൻസൽ ചെയ്തുകൊണ്ട് തിരിച്ചു പോകാണത്. ഇന്നിപ്പോൾ ശരിക്കും അഞ്ചക്കള്ളക്കൊക്കെ കാണാൻ പോയതാണ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഷോ ഉണ്ട് പറഞ്ഞപ്പോൾ ആ സിനിമയ്ക്ക് കയറി. അഞ്ചക്കള്ളക്കൊക്കെ ഇനിയും കാണാമല്ലോ, ഇന്ന് രാത്രിക്ക് മിക്കവാറും അഞ്ചക്കള്ളക്കൊക്കെ കാണാൻ പോകുന്നുണ്ട്. നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ആ സിനിമയ്ക്ക്. എന്തായാലും നോക്കട്ടെ. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് ഈ സിനിമയിൽ പോരായ്മയായിട്ട് തോന്നി, അത്ര വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് വലിയ തോന്നിയില്ല. കീറി ചകഞ്ഞ് പരിശോധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഒരു കൊച്ചു സിനിമയാണ്. പിന്നെ ക്ലൈമാക്സിൽ ആ കോടതി സീനുകളൊക്കെ ഒന്നുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക, തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കുക. കുറഞ്ഞ തിയേറ്ററുകളേ ഉള്ളൂ, കുറഞ്ഞ ഷോസേ ഉള്ളൂ. എന്തായാലും കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.